അതുകൊണ്ടാണ് കുട്ടി എനിക്ക് ഇതുവരെ നിന്നെ കാണാൻ വരാൻ കഴിയുന്നത്. നേരത്തെ വന്നിട്ട് കാര്യമില്ലല്ലോ. എന്റെ അച്ചായൻ കരയരുത് തന്നെ കുട്ടി. മറ്റെന്ത് ചെയ്യാൻ കഴിയും എനിക്ക്? മറ്റവരെല്ലാം പോയില്ലേ? ആ ഗതി വന്നവർക്കേ അറിയൂ എന്റെ സങ്കടം. അതിലും ഗതികെട്ടവളാണ് ഞാൻ. അമ്മയൊഴികെ അച്ഛനും അമ്മാനും ബന്ധുക്കളും എല്ലാം ഉണ്ട് എനിക്ക്. എന്നിട്ടും എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എല്ലാവർക്കും എന്റെ പേരിൽ സ്വത്താണ് ആവശ്യം. നിന്റെ പേരിൽ എസ്റ്റേറ്റും ബംഗ്ലാവും ഫാക്ടറി ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അനാഥയായ നിനക്ക് എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ട്. അറക്കാൻ നിർത്തിയ മാടിനെ പോലെയാണ് ഞാൻ. എന്റെ അവസാനത്തിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല. അന്നേക്കത് കാണാം. മഠത്തിലെ പെൺകുട്ടിക്ക് ദുഃഖമില്ലെന്ന് കരുതിയൊന്നേ. ആ കുടുംബത്തിൽ പിറന്നതാണ് എന്റെ ശാപം. ഇന്നലെ നിന്നെ കാണാൻ പുറപ്പെട്ടു വരികയായിരുന്നു ഞാൻ. വഴിക്ക് വെച്ച് ഒരാളെന്നെ തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചു. ആര്? ഒരു കാര്യവും ഇല്ലാണ്ട. നിന്നേക്കാൾ ഉച്ചത്തിൽ കരയാൻ വിധിക്കപ്പെട്ടവൾ അന്നുകുട്ടി ഞാൻ. എല്ലാം ഉള്ളിലൊതുക്കി കഴിയായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. ഇനി ചിലപ്പോ ഞാൻ നിന്നെ കാണാൻ വന്നില്ലെന്ന് വരും. എന്നാലും നീ എന്നും എന്റെ മനസ്സിലുണ്ടായിരിക്കും, എന്റെ കൂട്ടുകാരിയായിട്ട്. വരട്ടെ. யசமா என்ன இங்க? ഞാൻ റേഞ്ചർ മിസ്റ്റർ സണ്ണി. அவங்க ஆபீஸ்க்கு போயிருக்கு. അപ്പൊ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. എപ്പോ പുറപ്പെടും? പാതി രാത്രിയില്ലേ. ശരി. ഇന്നലെ ഞാൻ എന്നോട് ക്ഷമിക്കണം. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ഇല്ല, ആ സംഭവം രാത്രി മുഴുവൻ നിങ്ങളെ കരയിച്ചു എന്ന് എനിക്കറിയാം. അത്രയൊന്നും ആലോചിക്കാതെയാണ് ഞാൻ. ഐ ആം റിയലി സോറി. പ്ലീസ് ഫർഗീവ് മീ. ഞാൻ കരഞ്ഞെങ്കിൽ അത് എന്റെ വീക്ക്നെസ് ആണ്, നോട്ട് യുവർ ഫാൾട്ട്. എനിഹൗ ഇറ്റ്സ് ഓൾ റൈറ്റ് നൗ. ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് യു. തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ആ കുട്ടികളോടൊപ്പം നിങ്ങളുടെ ആനയെ ടീസ് ചെയ്യാൻ ആദ്യം ഞാനും കൂടി, ഒരു രസത്തിന്. അല്ലെങ്കിൽ ആനയുടെ ഉടമയെ കാണാനാവും ഞാൻ അവിടെ വന്നിരിക്കുക. ഉടമയെ കാണാനോ? എന്തിന്? മാസ്റ്റർ ഡിഗ്രി ഉപേക്ഷിച്ച് ഈ കാട്ടിൽ ജോലിക്കിറങ്ങിയ ആളെ നേരിട്ട് കാണാൻ ഒരു കൗതുകം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കുറിച്ച് എങ്ങനെ നിങ്ങൾ? ഈ വെക്കേഷന് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളുടെ അമ്മയെ പരിചയപ്പെട്ടു. അവർ വഴിനീളം മകനെ പറ്റിയാണ് സംസാരിച്ചത്. കുട്ടിക്കാലം തുടങ്ങി എല്ലാ കഥകളും. ആ ആളെ നേരിട്ട് കണ്ടപ്പോ വഴക്കായി ഇല്ലേ? Forget it. ഇവിടെ എങ്ങനെ എത്തി? നടന്നു. തിരിച്ചങ്ങോട്ട് നടക്കണ്ട എത്രയും ദൂരം? വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ചെറുപ്പത്തിൽ എനിക്കിവിടെ കൂട്ടുകാരുണ്ടായിരുന്നു, ധാരാളം. മുതിർന്നപ്പോ അവരെല്ലാം അകന്നുപോയി. വലിയ വീട്ടിലെ കുട്ടിയോട് അടുക്കാൻ മടിച്ചാവും. മിസ്റ്റർ ബാലകൃഷ്ണൻ ആ കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല. എങ്കിൽ വരൂ. കാര്യം കുഴപ്പമാവും. പാറമൽ ത്രേസ്യയെ ശരിക്കും അറിയില്ല നിങ്ങൾ. ആര്? എന്റെ മൂത്ത ചേച്ചി. പണ്ട് വിടുന്ന ഒരു DFOയെ നടു റോട്ടിൽ തടഞ്ഞു നിർത്തി കിട്ടാനുള്ള കാശ് കണക്ക് പറഞ്ഞു മേടിച്ചവളാ അവൾ. എന്തിനും മടിക്കില്ല. അതിന് നിങ്ങൾ എന്തിനാന്ന് നമ്മളെ വരട്ടണത്? ചില്ലറയല്ല, പറ്റുവകയിൽ അധികം തരാനുള്ളത്. കള്ളിനും കഞ്ചാവിനുള്ളത് വേറെയും. മുതലാളി. അല്ല, നായര് നാട്ടിൽ പോയി എന്നറിഞ്ഞു. തിരിച്ചു വരുവാവോ? വരും. എപ്പോഴാണാവോ? അസുഖം മാറുമ്പോ. അല്ല സാർ, ഒരു കാര്യം. ഞാൻ കണ്ടതുകൊണ്ട് സാരമില്ല. ഈ മലയിൽ സാറിന് എവിടെ വേണേലും ശിക്കാറിന് പോകാം.
പോറ്റാനായാലും ഒരു നേരത്തെ ചാപ്പാടിനായാലും ഏതൊരുവിനെയും പിടിക്കാം. താൻ എന്നെ പഠിപ്പിക്കണ്ട. ഉവ്വ്. പക്ഷെ റിസർവ് ഫോറസ്റ്റിൽ കയറുമ്പോ സൂക്ഷിക്കണം. വേട്ട നിരോധിച്ച സ്ഥലവാ, കുഴപ്പ. താൻ പോയേ. പിടിച്ച തടി ചീത്തയാവും. നിന്നെ നിയന്ത്രിക്കാൻ ഇവിടെ ആണുങ്ങളെന്ന് കരുതുന്നു. അരുത്, ഒന്നു കഴിഞ്ഞാൽ മതി, നിർത്താൻ. കാര്യം അറിയാതെ അമ്മ ഇതിൽ ഇടപെടരുത്. എന്താ ഇവിടെ ചെയ്തെന്നറിയോ? ചോദിക്കേ. പരിചയം വിശ്വാസമുള്ള ഒരു ആണിനോടൊപ്പം ജീപ്പിലിരുന്നാൽ എന്താ തെറ്റ്? ആരാടി നിന്റെ പരിചയക്കാരൻ? ഈ കൂപ്പി ജോലിക്ക് വന്ന ഊച്ചാളി ആനക്കാരനോ? ആനക്കാരനായാലെന്താ? പഠിപ്പും തറവാടിത്തവും സംസ്കാരവും ഇവിടെ ഉള്ളവരെക്കാൾ കൂടുതലുണ്ട് അയാൾക്ക്. കൊലയും കൊള്ളയും തെമ്മാടിത്തവും മാത്രമേ കുറയൂ. എന്തൊരു പറഞ്ഞു? നിങ്ങളെക്കാൾ പരമയോഗ്യനാണ് അയാൾ. ഏയ്! തൊട്ടുപോകരുതെന്നെ. ഇനിയും എന്റെ ദേഹത്ത് കൈവച്ചാൽ ഒരു ദുർമരണം കൂടി ഈ വീട്ടിൽ നടക്കും. എന്റെ അമ്മയുടെ വഴി എനിക്ക് സ്വീകരിക്കേണ്ടി വരും. മോളെ, முத்து சீக்கிரமா போ. ரொம்ப ஜாக்கிரதையா இருக்கணும். நான் இங்கதான் இருப்பேன். சரிங்க. ഇവൻ മതി എന്റെ കൂട്ടിൽ, മറ്റാരും വേണ്ട. എങ്കിൽ പുറപ്പെട്ടോളൂ. ഇതുകൂടി കഴിഞ്ഞാൽ സോമുന് പോകാം. എവിടെ ഉണ്ടാവൻ? എതിർത്താൽ ജയിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും പെട്ടെന്ന് അവസാനിക്കുമല്ലോ ഈ അഗ്നി. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്നലെ രാത്രി അയാൾ എന്നെ ഉപദ്രവിച്ചു. ആ വാശി തീർക്കാനാ ഞാൻ വന്നത്. ശ്രീദേവി, നാളെ കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പോകും. അവരെന്നെ പിരിച്ചുവിട്ടു. ഇവിടെ കുറച്ചു ദിവസത്തെ താമസത്തിനിടെ വളരെ മുഖങ്ങൾ ഞാൻ കണ്ടു. പല ദുരന്തങ്ങൾക്ക് ഞാൻ സാക്ഷിയായി. ഈ കാട്ടിലെ മൃഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യനാണ് ക്രൂരത എന്ന് ഞാൻ അറിഞ്ഞു. ഈ അനുഭവം ഞാൻ മറക്കില്ല. ഈ ഓർമ്മ എന്നും എന്നിലുണ്ടാവും. ഒരിക്കലും സമാധാനം തരാതെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട്, എന്നെ വേട്ടയാടിക്കൊണ്ട്. കൂട്ടത്തിൽ എന്റെ വേദന കൂടി പറഞ്ഞു നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചു ഇല്ലേ?
നിങ്ങള് എന്നെ എന്തിനു ഉപദ്രവിക്കാൻ വന്നു? എന്നെ കൊച്ചു മുതലാളിയേറ്റ വൈകിട്ട് മുതൽ കാത്തു നിൽപ്പവർ അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും കൂട്ടാക്കുന്നില്ല. യേസമ്മ, 3 ദിവസമായി മുത്തും ഇവരുടെ മൂപ്പനും ഒന്നിച്ചു പോയിട്ട് ഒരു വിവരമില്ലാന്ന്. ഭയമായിരുന്നു യേസമ്മ, അവർക്ക് എന്നമോ ആപത്ത്. ഒന്നും വരില്ല, ഞാൻ അന്വേഷിക്കാം. സാർ, come on. എടാ, ഞാൻ പറയുന്നതിനപ്പുറം വേണ്ട. ആ കാട് മുഴുവൻ ഒരു തിരയുന്നുണ്ട് അച്ഛാ. അവിടുന്ന് മലയിലേക്ക് കയറിയാൽ അവരെത്തുന്നതിന് മുമ്പ് ആ ചെടികൾ വെട്ടിമാറ്റണം, കുട്ടികളെ തീയിട്ട് നശിപ്പിക്കണം മുഴുവൻ. പൊയ്ക്കോ. എനിക്കറിയാം, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഈ നില വന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയല്ലേ? പറയല്ല, ഇനി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മുറിവതിന് സഹായമായി. ശ്രീദേവി എല്ലാ കഥകളും എന്നോട് പറഞ്ഞു. ഞാൻ കേട്ടില്ലെന്നടിച്ചു. ഒന്നും അറിയാത്തവനെ പോലെ ഇവിടെ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. എന്റെ ഭീരുത്വം, അതിനുള്ള ശിക്ഷയാണിത്. ഇപ്പൊ ഞാൻ ഉറച്ചു തന്നെ പറയും, നിന്റെ സ്വത്തും പണവും മോഹിച്ചല്ല, സഹതാപം കൊണ്ടുമല്ല. ശ്രീദേവി എനിക്കിഷ്ടമാണ്. നിന്നെ ഞാൻ ആ കാട്ടാളന്മാർക്ക് വിട്ടുകൊടുക്കില്ല. ശ്രീദേവി, ഞാനിവിടെ നിന്നാൽ അറിയാലോ, എന്നെ അനുഗ്രഹിക്കണം അമ്മായി. മോളെ ഭാർഗവി, നീ പുറത്തേക്ക് പോ. എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. മോളെ, ഈ വീട്ടിനകത്തിരുന്ന് മടുക്കുമ്പോൾ ആർക്കായാലും ഒന്ന് പുറത്തു പോകണമെന്ന് തോന്നും. അവിടെ ചിലരെ കാണുമ്പോൾ സംസാരിക്കണമെന്നും. കുറ്റമല്ല, അത് മാറ്റിയെടുക്കാൻ അമ്മാവന് ഒരു വഴിയേ കാണുന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈ കല്യാണം നടത്താം. പിന്നെ കുട്ടികളും കുടുംബവും. അതുവരെ ഈ വാതിലടച്ച് നീ ഇതിനകത്തിരുന്നാ മതി. ആവശ്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല. നിർത്ത.
അരുത്, ഇനി ഒരു കൊലപാതകം കൂടി വേണ്ട. അവനെ ഇന്ന് കൊല്ലുക. ഈ നിലയിൽ സാർ അങ്ങോട്ട് പോകണ്ട, അവന്റെ കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ നാട്ടുകാരുടെ മുമ്പ് വെച്ച് അവന്റെ കഥ കഴിക്കുന്ന എനിക്ക് കാണണം. അമ്മായി, എവിടെ ബാലകൃഷ്ണൻ? ഇവിടെയില്ല, ആനയ്ക്ക് പട്ടയ്ക്ക് പോയതാണെന്ന് തോന്നുന്നു. വണ്ടി വിട്. മലയിൽ നിന്ന് ലോറികൾ വരുന്നുണ്ടെങ്കിൽ തടയാൻ ബാലേഷോട് പറയാം. പലരും ചേർന്ന് ഈ മനുഷ്യനെ തല്ലി ചതയ്ക്കുന്നത് കണ്ടു നിന്നവരില്ലേ നിങ്ങൾ? ഈ കൂട്ടത്തിൽ ആടത്തപ്പോൾ ഒരുത്തരെങ്കിലും ഉണ്ടായത് തടേ. കുഞ്ഞേ, ഇപ്പോഴെന്തിനു വന്ന് നോക്കുന്നു? ശവന്തീരികളെ പോലെ അവസാനത്തെ ശ്വാസം നിലച്ചെന്നറിയാനോ? പോവിൻ, നിങ്ങളുടെ സഹായം ഇനി ഇയാൾക്ക് വേണ്ട. കഞ്ചാവും ചന്ദനം കയറ്റി രാഘവ പണിക്കരുടെ ലോറികൾ വരുന്നുണ്ട്. അത് തടയണം, അല്ലെങ്കിൽ അവസാന തെളിവ് പോലും നശിക്കും. ചെല്ലോ. ഞാൻ വരാം. വേണ്ട, അരുത്, ഈ നിലയിൽ അങ്ങോട്ട് ആ തെളിവിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇരിക്കേ. തല്ലുകൊണ്ട് ജീവച്ഛവമായ മനുഷ്യൻ വീണ്ടും പോരാൻ പോകുന്ന നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് നാണമല്ലേ? നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച എന്റെ അച്ഛനെയും മുത്തുവിനെയും തട്ടുകൊന്നതും നിങ്ങൾ നോക്കി നിന്നില്ലേ? ഇനിയെങ്കിലും സ്വയം പോരാൻ തയ്യാറാകും. ചെല്ലോ. മിസ്റ്റർ സണ്ണി, ഞാൻ കാട് മുടിക്കുന്നവനാണ്, വനം കൊള്ളക്കാരനാണ് എന്നൊക്കെ പലരും പറയും. പക്ഷെ അതിൽ എന്റെ പങ്ക് എത്രയുണ്ടെന്ന്
ആരും തിരക്കാനില്ല, നിങ്ങളടക്കം. അതുകൊണ്ട് പറയാം, ഞാൻ ഇതിൽ വെറും ഒരു മഴുവാണ്. തടി വെട്ടിക്കൊടുക്കും, അറുത്ത് കയറി അംശിച്ച് പലർക്കായി വീതിച്ചു കൊടുക്കാം. അതിലൊരു വിഹിതം മിസ്റ്റർ നിങ്ങൾക്ക് തന്നിട്ടില്ല ഞാൻ. 5000 രൂപ. പിന്നെ എന്ത് കുറ്റം ചുമത്തിയാണ് നിങ്ങൾ എന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? മറ്റൊരു പുല്ലിനും നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ അധികാരമില്ല. ശരിയാണ്. വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനല്ലാതെ മനുഷ്യരെ കൊന്നതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് അധികാരമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ജോസിനെ അടക്കം ആദിവാസി സംസാരിച്ച സമയങ്ങളെ പോണം മിസ്റ്റർ. നിങ്ങളെയും കൊണ്ടേ ഞാൻ പോകും. കൊലയ്ക്കും തടിമോഷണത്തിനുമല്ല, കഞ്ചാവ് കൃഷി ചെയ്ത്. ഓഹോ, എവിടെയാണ് കൃഷി? ഒരു ചെടിയോ കമ്പോ എനിക്ക് എതിരായിട്ട് നിങ്ങൾക്ക് കാണിക്കോ? ഞാൻ വരാം. അല്ലാതെ തന്നെ നിങ്ങൾ വരും മിസ്റ്റർ പണിക്കർ. എന്നെ അവിടെ കൊണ്ടെത്തിക്കരുത്. ഇറങ്ങണം. ഇന്ന് വരെ ഫോറസ്റ്റ് ഓഫീസർമാർ ഇവിടെ വന്ന് എന്റെ കള്ളും വെടിയിറച്ചി മൂക്കറ്റം കഴിച്ചു പോയിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്റെ മൂക്ക് കയറിട്ട് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. ഐ അപ്രീഷിയേറ്റ് യുവർ കറേജ് മിസ്റ്റർ. അതിനിടയിൽ ഒരു ചെറിയ കാര്യം, ഞാൻ കഞ്ചാവ് കൃഷി ചെയ്തു എന്നതല്ലേ കുറ്റം? അതിന് സർക്കാർ എനിക്ക് അനുവദിച്ചെന്ന അധികാരപത്രമുണ്ട്. കാണണോ നിങ്ങൾക്ക്? 1 സെക്കൻഡ്. ഇല്ല, ഈ ലോറികൾ ഞാൻ വിടില്ല. ജീവമേനെ മാറിക്കോ, ഇല്ലെങ്കിൽ ശ്രീദേവി പിടിച്ചു മാറ്റണം. അവളെ തൊട്ടുപോകരുത്. മുതലാളി, ഇനിയും ആളെ കൊന്ന് ഈ കള്ളക്കടത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല. മിസ്റ്റർ പണിക്കർ, നിങ്ങൾക്കെതിരായ തെളിവുകളല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഇതാ. പണിക്കർ, ഇവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാം, എന്നാൽ ഈ ജനങ്ങളെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കയറാൻ. ഈ ശക്തി നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ മുത്തുവും ജോസും മരിക്കില്ലായിരുന്നു. നിങ്ങൾ ഉറങ്ങിക്കിടന്നതുകൊണ്ട് ഈ കാട്ടുകള്ളന്മാർ ഇവിടുത്തെ മരവും ചെടിയും ക്ഷൗരം ചെയ്ത് ഈ മലകൾ മുഴുവൻ മൊട്ടയടിച്ചു. കാട്ടാനകളുടെ പല്ലും കൊമ്പും കുത്തിക്കേറിയെടുത്തു. കഞ്ചാവ് വിളയിച്ച് ഒരു ജനതയെ മുഴുവൻ ആ പുകയിൽ ഹോമിച്ചു.
ഒരു പിടി ഫോറസ്റ്റ് ഓഫീസർമാരെ കൊണ്ട് മാത്രം അത് തടയാനാവില്ല. ഒരു കവിത എഴുതി പ്രകാശിപ്പിച്ചുകൊണ്ടോ വർഷത്തിലൊരിക്കൽ വനമഹോത്സവവും ഹരിത വിപ്ലവവും ആഘോഷിച്ചതുകൊണ്ടോ ഇവിടെ കാട് മുളക്കില്ല. ഇനിയും ഈ കൊള്ള തുടർന്നാൽ ഈ നാട് മുടിയും. 6 വറ്റി ഭൂമി വരണ്ട് ഈ നാടൊരു മണൽക്കാടായി മാറും. അത് തടയണമെങ്കിൽ ഈ മണ്ണിൽ വേരുറച്ച അടിവേരുകൾ പിഴുതെടുക്കുന്നവരെ നിങ്ങൾ ഇതുപോലെ എതിർക്കണം, തോൽപ്പിക്കണം. വരുംകാല തലമുറയെ ഓർത്തെങ്കിലും. അല്ലാതെ ഇനിയും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമോ? പിന്നെ നമ്മുടെ ജോലി കഴിഞ്ഞു, പോകാം.